ജൂഡി, ഇവരെല്ലാരും നാളത്തെ സ്റ്റഡി ടൂറിന് തയ്യാറാണല്ലോ. ജൂഡിയാണല്ലോ ലീഡർ. എല്ലാവരുടെയും ലിസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്ന പണം എല്ലാവരും കൃത്യമായി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ നമ്മുടെ സ്റ്റഡി ടൂർ പതിവിൽ നിന്ന് വ്യത്യസ്തമായി പ്രകൃതി പഠനത്തെ പറ്റിയുള്ളതാണ്. അതല്ലേ മാഷേ, ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷം. കാടിനെ കുറിച്ചും കാട്ടിലെ മൃഗങ്ങളെ കുറിച്ചുമെല്ലാം അറിയാൻ പറ്റുമല്ലോ. തീർച്ചയായും നമ്മുടെ പരിസ്ഥിതിയെയും പ്രകൃതിയെയും കുറിച്ച് കുട്ടികൾ അറിയണം. നമ്മൾ വനാന്തരങ്ങളിൽ കടക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണമെന്നും പ്ലാസ്റ്റിക് മുതലായ സാധനങ്ങൾ ഒഴിവാക്കണമെന്നും ഗുരുജി പ്രത്യേകം നിർദ്ദേശം തന്നിട്ടുണ്ട്. അതെന്താ മാഷേ? സന്ദർശകരായി എത്തുന്ന ആളുകൾ ഉപയോഗം കഴിഞ്ഞ ശേഷം വലിച്ചെറിയുന്ന ഒഴിഞ്ഞ പ്ലാസ്റ്റിക് സാധനങ്ങൾ പാവം മിണ്ടാപ്രാണികളായ മൃഗങ്ങൾ ഭക്ഷണമാക്കുന്നു. പാവം, അത് അവരുടെ മരണത്തിന് കാരണമാവും അല്ലേ മാഷേ? അതെ, മൃഗങ്ങൾക്കറിയില്ലല്ലോ അതൊരു ദഹിക്കാത്ത വസ്തുവാണെന്ന്. അവർ കഴിക്കുന്നു. മനുഷ്യന്റെ ഇത്തരം പ്രവൃത്തി മൂലം ജീവൻ നഷ്ടപ്പെടുന്ന മിണ്ടാപ്രാണികൾ അനേകമാണ്. ഇപ്പോൾ എല്ലാ മൃഗശാലയിലും പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്നു. അതൊരു നല്ല കാര്യം തന്നെ. അതുതന്നെയുമല്ല, നമ്മുടെ വന്യമൃഗങ്ങൾ വേട്ടയാടി മനുഷ്യൻ അതിനെ നശിപ്പിക്കുകയാണ്. അതെന്തിനാ? മൃഗത്തിന്റെ തോലിനും ഇറച്ചിക്കും കൊമ്പിനും വേണ്ടി മനുഷ്യർ മൃഗങ്ങളെ വേട്ടയാടുന്നു. എത്ര ക്രൂരമാണ് ഈ പ്രവൃത്തികൾ. നമ്മുടെ വനത്തെയും വെറുതെ വിടുന്നില്ല. അതുമൂലം വലിയ പ്രത്യാഘാതം നമുക്ക് ഏൽക്കേണ്ടി വരുന്നു. മരങ്ങൾ നശിക്കുമ്പോൾ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ആവാസസ്ഥലം നഷ്ടപ്പെടുന്നു. അത് സത്യമാണ്. ഒരു മരം വെട്ടിയിടുമ്പോൾ പക്ഷികളുടെ കൂടും അതിലെ മുട്ടയും നഷ്ടപ്പെട്ട ഒരു തള്ളപ്പക്ഷിയെ ഞാൻ കണ്ടിട്ടുണ്ട്. പാവം. ഒരു മരം മുറിച്ചു മാറ്റുമ്പോൾ തണൽ നഷ്ടമാകുന്നത് നമുക്ക് മാത്രമല്ല, അതിന്റെ ചില്ലകളിൽ കൂടുവെക്കുന്ന പക്ഷികളും പൊത്തുകളിൽ അഭയം തേടുന്ന ജീവികളും എല്ലാം ആശ്രയമില്ലാതാകുന്നു. വെറുതെ അല്ല, കാട്ടിലുണ്ടായിരുന്ന വന്യമൃഗങ്ങൾ ലെഫ്റ്റ് റൈറ്റ് അടിച്ച് നാട്ടിലേക്ക് വന്നത്. അതെ, കാട്ടിൽ അവർക്ക് ഭക്ഷണം ലഭിക്കാതെ വന്നപ്പോഴാണ് മൃഗങ്ങൾ നാട്ടിൽ ആളുകളുടെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയത്. ഇനി നമുക്ക് പോകാം. നാളെ രാവിലെ തന്നെ തിരിക്കണം. ശരി, ഞാൻ വണ്ടിക്കാരനോടെ കൃത്യസമയത്ത് എത്താൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാരും ഭക്ഷണവും വെള്ളവും അത്യാവശ്യം മരുന്നും കരുതണം. മരുന്നോ? അതെന്തിനാ മാഷേ? കാട്ടിൽ മെഡിക്കൽ ഷോപ്പൊന്നുമില്ലല്ലോ. അട്ടയോ മറ്റോ കടിച്ചാൽ അതിനുള്ള മരുന്നും വേണം. വളരെ ശ്രദ്ധിച്ചു വേണം കാട്ടിൽ കിടക്കാൻ. 2 പേരടങ്ങുന്ന ടീമായിട്ട് വേണം യാത്ര ചെയ്യുവാൻ. ഒറ്റയ്ക്ക് ഒരു കാരണവശാലും യാത്ര ചെയ്യരുത് കേട്ടോ. എല്ലാം മനസ്സിലായി മാഷേ. ഞാൻ കൂട്ടുകാരോട് എല്ലാം പറയാം. പിന്നെ പ്ലാസ്റ്റിക് സാധനങ്ങൾ പോലുള്ള യാതൊരു വസ്തുക്കളും കയ്യിലെടുക്കരുതെന്ന് പറയണം. നമ്മൾ കാടിന്റെ സംരക്ഷകരാകണം. ശരി മാഷേ, ഞങ്ങൾ കാരണം അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഉറപ്പ്. പോയി വരട്ടെ മാഷേ.
ആ ശരി, പോയി വരും. നാളെ നമുക്ക് കാണാം. ആ, പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. ശരി മാഷേ. തീർച്ചയായും. വൗ, മാർവലസ്! എത്ര മനോഹരം, വണ്ടർഫുൾ. ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണ്, നോ ഡൗട്ട്. കണ്ടോ ആ മരത്തിന്റെ ഭംഗി? വെരി ഫാന്റാസ്റ്റിക് ക്രിയേഷൻ. ദൈവത്തിന്റെ എല്ലാ സൃഷ്ടിയും സുന്ദരമാണ്, അതിമനോഹരവും. ഈ അന്തരീക്ഷം എന്നെ ഒരു കവിയാക്കുന്നു. പച്ച വിരിച്ചു നിൽക്കുന്ന ഈ വൃക്ഷങ്ങളെ കാണുമ്പോൾ സമയം പോകുന്നത് പോലും അറിയില്ല. അതേ ജോൺ, നമ്മുടെ കൂട്ടുകാരൊക്കെ ഇതൊക്കെ കണ്ട് മതിമറന്നു പോയി കാണും. ജോഡി, കൂടുതൽ കൊടുങ്കാട്ടിലേക്ക് കടക്കണ്ട. അത് ഡേഞ്ചറാ. രുചി അറിഞ്ഞ വഴക്ക് പറയും. നോ പ്രോബ്ലം. എത്ര ദൂരമായാലും നിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ, ഒന്ന് വിളിച്ചാ മതി. ഗുരുജി മാഷും ഉടനെത്തും. പക്ഷേ നമ്മൾ കാടിന്റെ ഭംഗി കണ്ട് ഏറെ ദൂരം മുന്നോട്ട് പോകുന്നു. ക്രൂരമൃഗങ്ങൾ ഉള്ള കാടാണ്. സീനാവോ. ഓർമ്മിപ്പിച്ചതിന് നന്ദി. പക്ഷേ മനുഷ്യരെ പോലെ അത്ര ക്രൂരന്മാരല്ല മൃഗങ്ങൾ. ഓഹോ, മനുഷ്യർ അത്രയ്ക്ക് ക്രൂരാണോ? മനുഷ്യൻ മൃഗങ്ങളെ എത്ര ക്രൂരമായിട്ടാണ് വേട്ടയാടി പിടിക്കുന്നത്, അവരുടെ ഇറച്ചിക്കും മറ്റു സാധനങ്ങൾക്കും വേണ്ടി. മനുഷ്യന്റെ ക്രൂരകൃത്യങ്ങളുടെ പരിണിത ഫലം അനുഭവിക്കുന്നത് വരുന്ന തലമുറയാ. റിയലി? ഹൗ? നമ്മുടെ തലമുറയെ അതെങ്ങനെ ബാധിക്കും? ജൂഡി, നമ്മൾ ഇന്ന് കഴിക്കുന്ന നല്ല ഫലങ്ങളെല്ലാം നമ്മൾ നട്ടുനനച്ചുണ്ടാക്കിയതാണോ? അല്ല, എന്റെ വീട്ടിലെ മാമ്പഴം തരുന്ന മാവ് ഗ്രാൻഡ്പാ നട്ടതാ. യാ, അതുപോലെ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ ഇന്ന് മരം വെക്കാതെ മരം വെട്ടി മുറിച്ചാൽ പിന്നെ എങ്ങനെ മറ്റുള്ളവർക്ക് ഫലം തിന്നാൻ കഴിയും? വീണ്ടും നടണം, എന്നാലല്ലേ തിന്നാൻ കഴിയും. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ നല്ലത് പ്രവർത്തിച്ചാൽ മറ്റുള്ളവർക്ക് അത് പ്രയോജനപ്പെടും. ഇവിടെ എല്ലാവരും നശിപ്പിക്കുകയല്ലേ പ്രകൃതിയും ഈ വനസമ്പത്തിനെയും. ആ, വാ നമുക്ക് നടക്കാം. ശരി. നമ്മൾ പോകുന്ന വഴി എത്ര മരങ്ങളാ വെട്ടിമാറ്റി കിടന്നത്. കഷ്ടം. ഈ പ്രകൃതി മനോഹരമായ വനത്തിൽ നിന്ന് വെട്ടിമാറ്റിയ തടികൊണ്ട് പണിയുന്ന വില്ലാസ്, അപ്പാർട്ട്മെന്റ്സ്. ഹോ, അതുകൊണ്ട് പ്രകൃതിക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ. ശരിയാണ്. കാടില്ലാതാകുമ്പോൾ മഴയില്ലാതാകുന്നു, മഴയില്ലാതാകുമ്പോൾ കൃഷിയില്ലാതാകുന്നു, കൃഷിയില്ലാതാകുമ്പോൾ അന്നമില്ലാതാകുന്നു, അവസാനം അന്നമില്ലാതെ മർത്യർ മരിക്കുന്നു. സത്യം. പ്രകൃതിയെ സംരക്ഷിക്കേണ്ട നമ്മൾ തന്നെ അതിനെ വെട്ടി നശിപ്പിക്കുന്നു. ഒരു പക്ഷേ ആ മരങ്ങൾ കരയുന്നുണ്ടാകും. തീർച്ചയായും. അവരുടെ കരച്ചിൽ ആരു കേൾക്കാൻ? കാടിന് മാത്രമല്ല, അവർ അതിലെ മൃഗങ്ങളെയും കൊന്നൊടുക്കുന്നു. ശരിയാ, മാഷ് പറഞ്ഞത് ഓർമ്മ വരുന്നു. മൃഗസമ്പത്തും വനസമ്പത്തും കൊള്ളയടിക്കപ്പെടുന്നു. തീറ്റ കിട്ടാതെ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു. കാട്ടിൽ ഇഷ്ടം പോലെ നടന്ന് ഇര തേടുന്ന മൃഗങ്ങളെ മനുഷ്യർ അവരുടെ ഇച്ഛയ്ക്ക് യോജിച്ച രീതിയിൽ നടത്തുന്നു. ശരിയാ. അതുമൂലം ചിലപ്പോൾ ആ മൃഗങ്ങൾ അപകടകാരികളാകുന്നു. പത്രത്തിൽ വായിച്ചിട്ടില്ലേ ആക്രമിക്കുന്ന ആനകളെ പറ്റി? എനിക്കതൊക്കെ കാണുമ്പോ ആനകളോട് ദേഷ്യം തോന്നാറുണ്ട്. ഇപ്പോൾ അവരോട് സഹതാപം തോന്നുന്നുണ്ട്. പാവം ആനകൾ. മണ്ണിലൂടെ നടന്നു ശീലിച്ചിട്ടുള്ള ആനകളെ പൊള്ളുന്ന ടാർ റോഡിലൂടെ വളരെ ദൂരെ നടത്തിക്കൊണ്ടു പോകുന്നത് കഷ്ടമാ. നല്ല ബന്ധനത്തിനായതുകൊണ്ട് മാത്രമാ അവർ പ്രതികരിക്കാത്തത്. പണമുണ്ടാക്കുന്ന താല്പര്യത്തിൽ ആനിമൽസിനെ മാക്സിമം ചൂഷണം ചെയ്യുന്ന മനുഷ്യൻ. ഗുരുജി പറഞ്ഞിട്ടില്ലേ, ദൈവത്തിന്റെ സൃഷ്ടിയാണെല്ലാം. ആ എല്ലാവർക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്ന ദൈവത്തെ പറ്റി. ശരിയാ. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് മുതൽ കാട്ടിലെ മൃഗങ്ങൾക്ക് വരെ ആവശ്യമായ ആഹാരം കൊടുക്കുന്ന ദൈവം. പറവകൾക്ക് ആകാശവും പാമ്പുകൾക്ക് മാളവും നിർമ്മിച്ച ദൈവം എത്ര മഹത്തരമാണ്. ജിറാഫിന്റെയും പുള്ളിപ്പുലിയുടെയും ഒക്കെ ശരീരത്തിൽ എത്ര സുന്ദരമായ രീതിയിലാണ് ദൈവം വരച്ചു ചേർത്തിരിക്കുന്നത്. അതെ, ഒരു ചിത്രകാരനും വരയ്ക്കാൻ പറ്റാത്ത എത്ര സുന്ദരമാണ് ആ കാഴ്ച. ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ സൗന്ദര്യം തന്നെയാണ് അതിന് കുഴപ്പമായത്. അതെന്താ? അതുകൊണ്ടല്ലേ പുലിയുടെ തോലിനും ആനയുടെ കൊമ്പിനും വേണ്ടി മനുഷ്യൻ അതിനെ വേട്ടയാടി പിടിക്കുന്നത്. സൗന്ദര്യം ആസ്വദിക്കാനുള്ളതാ. അല്ല, നമ്മൾ കുറെ ദൂരം മുന്നോട്ട് വന്നിട്ട് ശരിയാ. ഇരിക്കുന്നത്. എനിക്കും അങ്ങനെ തോന്നുന്നു. നമ്മൾ ഏറെ ദൂരം മുന്നോട്ട് പോന്നു. കാടിന്റെ ഭംഗിയിൽ നമ്മളെല്ലാം മറന്നുപോയി. സാരമില്ല, മൊബൈൽ കയ്യിലുണ്ടല്ലോ, നമുക്ക് വിളിക്കാം. അയ്യോ, ഗുരുജിയും മാഷും നമ്മളെ കണ്ടില്ലെങ്കിൽ ദൈവമേ. പേടിക്കണ്ട, ഞാൻ മൊബൈൽ എടുത്ത് വിളിക്കാം. പേടിക്കാതെ. നോ റേഞ്ച്. ജോണേ, ഈ കൊടുങ്കാട്ടിൽ റേഞ്ച് കിട്ടുന്നില്ല അല്ലേ?
ദൈവമേ, ജൂഡി, ധൈര്യമായിരിക്കും. ദൈവം നമ്മെ രക്ഷിക്കും. തീർച്ചയായും ദൈവം രക്ഷിക്കും. ആരോ വെടിവെക്കുക. ആനിമൽസിനെ കൊല്ലാനായിരിക്കും. നമുക്കൊന്ന് പോയി നോക്കിയാലോ? ആ, വാ വാ ജോൺ, നമുക്ക് പോയി നോക്കാം. ഒരു കുരങ്ങൻ കുട്ടിയാ. ഭാഗ്യം, വെടിശബ്ദം കേട്ട് പേടിച്ച് ബോധം പോയതാന്നാ തോന്നുന്നേ. അവരുടെ ലക്ഷ്യം തെറ്റിക്കാണും. ദൂരെ എവിടെയോ വെച്ചായിരിക്കും വെടിവെച്ചത്. ആ, വീഴ്ചയുടെ ആഘാതത്തിൽ ശരിക്കും ബോധം പോയി. രേണു, ആ വെള്ളം ഒന്ന് തളിച്ചേ. ശരി. പാവം പേടിച്ചു പോയി. ശരിക്കും പേടിച്ചു പോയേട്ടോ. പാവം, ജീവൻ പോയിട്ടില്ല. അല്ല, എന്താ പിള്ളേരെ ഈ കൊടുങ്കാട്ടിൽ? അങ്കിൾ, ഞങ്ങൾ സ്റ്റഡി ടൂർ വന്നതാ. ഓ. കൂട്ടം തെറ്റി ഇവിടെ എത്തി. ഇവിടെ കൊടും കാടാ. ക്രൂരന്മാരായ മൃഗങ്ങളുണ്ട്. കണ്ടാൽ അവറ്റകൾ പിടിച്ചു തിന്നും. വേഗം വിട്ടോ. ഇന്നത്തെ എന്റെ ഇര ഈ കുരങ്ങനാ. മയക്കുവെടി കറക്റ്റ് കൊണ്ടെന്നാ തോന്നുന്നേ. അങ്കിൾ, പ്ലീസ് അതിനെ ഉപദ്രവിക്കരുത്. എനിക്കിതിനെ സർക്കസാറിന് വിൽക്കാനുള്ളതാ. നല്ല വില കിട്ടും. ഇതിന്റെ അവകാശി ഞാനാ. മര്യാദക്ക് നിങ്ങൾ സ്ഥലം വിട്ടോ. ഈ സാധുവിനെ കൊല്ലുവാനല്ലാതെ ഇതിന് ജീവൻ കൊടുക്കുവാൻ അങ്കിളിന് കഴിയുമോ? അതില്ല, ഇത് എന്റെയാ. എനിക്ക് അവകാശപ്പെട്ടത്. അങ്കിളല്ല ഇതിന് ജീവൻ നൽകിയത്. അങ്കിളല്ല ഇതിനെ വളർത്തിയത്. പിന്നെ എങ്ങനെ ഇത് അങ്കിളുടേതാവും? അത് പിന്നെ അതിനെ ഞാൻ പിടിച്ചു. ഇതിനെ പിടിച്ചു എന്ന കാരണത്താൽ ഇത് അങ്കിളിന്റേതാകില്ല. ഒരു ജീവൻ നഷ്ടപ്പെടുത്തിയല്ല അങ്കിൾ ജീവിക്കേണ്ടത്. ഇത് പാപമാ, ദൈവം ആഗ്രഹിക്കാത്തത്. വന്യജീവികളെ വേട്ടയാടുന്നതും ശിക്ഷിക്കുന്നതും നിയമപരമായി തെറ്റാണ്. അങ്കിളിനെ കുറിച്ച് ഇപ്പോൾ തന്നെ വനപാലകർക്ക് അറിവ് കൊടുക്കൂ. അയ്യോ, അങ്ങനെ ചെയ്യരുത്. ജീവിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. കാട്ടിൽ യഥേഷ്ടം നടക്കുന്ന മിണ്ടാപ്രാണികളെ കൊന്നിട്ടാണോ അങ്കിൾ ജീവിക്കുന്നത്? തെറ്റുപറ്റിപ്പോയി. ഇനി ഒരിക്കലും വേട്ടയാടി ജീവിക്കില്ല. സാരമില്ല, എന്തായാലും ഇതിന്റെ ജീവൻ രക്ഷിക്കാൻ അങ്കിൾ തയ്യാറായല്ലോ. അത് തന്നെ വലിയ കാര്യം. ഈ കുരങ്ങനെ ഞങ്ങൾ വനപാലകരെ ഏൽപ്പിക്കാം. അവർ അവനെ ശുശ്രൂഷിച്ചു കൊള്ളും. ഒരു കാര്യം ഓർമ്മിക്കുക, ദൈവത്തിന്റെ എല്ലാ സൃഷ്ടിയും ജീവനും അമൂല്യമാണ്. അമൂല്യം.